പാലരുവി വേണാട് എക്സ്പ്രസ് ട്രെയിനുകളിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി കോട്ടയം വഴി അനുവദിച്ച പുതിയ മെമു ട്രെയിൻ ഓടിത്തുടങ്ങി. പുലർച്ചെ 6:15 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 9:35 എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന രീതിയിലാണ് സമയക്രമീകരണം. വേണാട് ട്രെയിനുകളിൽ തിക്കും തിരക്കും കാരണം പലരും തളർന്നു വീഴുന്നത് നിത്യസംഭവമായിരുന്നു. പ്രത്യേക ട്രെയിൻ അനുവദിക്കണമെന്ന യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യത്തിനൊടുവിൽ മെമു സർവീസ് ആരംഭിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ 5:55 പുറപ്പെട്ട ട്രെയിൻ 9:35 എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. ശ്വാസം കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാർ ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങിയത്. വേണാടിനും പാലരുവിക്കും ഇടയ്ക്ക് വലിയൊരു ദുരിതം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രക്കാർക്ക്, സ്ത്രീകൾക്കും ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ തലയിറങ്ങി വീഴുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു യാത്രയുടെ വലിയൊരു ദുരിതം പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൗത്തിൽ നിന്ന് തിരിച്ച് വൈകിട്ട് ഇപ്പോൾ വേണാട് ഒഴിവാക്കിയ സാഹചര്യമാണല്ലോ. അപ്പോൾ ആ ഒരു ദുരിതം കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും കൂടെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സൗത്തിനോടനുബന്ധിച്ചാണ് സർക്കാർ ഓഫീസുകൾ ഒരുപാടുള്ളത്. അന്നേരത്തേനും 10 മണിക്ക് അല്ലെ 10:15 വരുന്ന രീതിയിൽ സൗത്തിലേക്ക് ട്രെയിനായിരുന്നു വേണ്ടിയിരുന്നത്. അത് വളരെ നാളത്തെ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ട് റെയിൽവേയും അനുവദിച്ചതിൽ ഏറ്റവും സന്തോഷമുണ്ട്. തിരികെ 9:50 ട്രെയിനിന്റെ മടക്കയാത്ര. 8 കോച്ചുകളുള്ള റാക്കാണ് അനുവദിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് മെമു സർവീസ് നടത്തുന്നത്. 17 സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തും. അതേസമയം മെമു സർവീസിനെ ചൊല്ലി തമ്മിലടിക്കുകയാണ് BJPയും UDFും. ട്രെയിനിന്റെ സ്വീകരണ പരിപാടിക്കിടെ പെരുന്നാട് റെയിൽവേ സ്റ്റേഷനിൽ NK പ്രേമചന്ദ്രൻ MPക്കെതിരെ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. മെമു ട്രെയിനിനായി MP ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. എന്തായാലും പുതിയ സർവീസ് യാത്രക്കാരുടെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൈരളി ന്യൂസ്, കൊച്ചി.